മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. 2 പോലീസ് വണ്ടിയുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും എന്നും നമുക്ക് സൂചനയുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞുവെന്നും നിയമപരമായി അത് എസ്കലേറ്റ് ചെയ്യില്ല എന്നതായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ നൽകാൻ പോകുന്ന ഒരു വിശദീകരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. RB സനൂപ് തിരുവനന്തപുരത്ത് ചേരുന്നു. സനൂപ്, കെ.ബി. ഗണേഷ് കുമാർ ഒരു സമരത്തെ ഭയന്ന് വലിയ അകമ്പടിയോടുകൂടിയാണ് വന്നത്. ഒപ്പം ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ? നിഷാദ്, മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. 9 മണിക്കാണ് അദ്ദേഹം വാഹനത്തെ വിട്ടുനിന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പുറപ്പെട്ടത്. അദ്ദേഹം ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. 2 വണ്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം അതിവേഗം സെക്രട്ടറിനകത്തേക്ക് പ്രവേശിച്ചത്. മന്ത്രിസഭാ യോഗം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വേറെ 2 പരിപാടികൾ കൂടിയുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുമില്ല, മുഖ്യമന്ത്രി അത്തരത്തിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ തന്നോട് പറഞ്ഞിട്ടില്ല, കാണണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുവെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ താൻ 2 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇന്നും അതേ രീതിയിലുള്ള ഒരു സംസാരം മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഈ വിഷയമടക്കമായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയോട് വിശദീകരിക്കാൻ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ മന്ത്രി ഭാര്യയുടെ മാപ്പ് പറഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ള കാര്യമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കണ്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് പരാതികളിലേക്കൊന്നും ഭാര്യയും കടന്നിട്ടില്ല, താനും പരാതിയുമായിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, വെറും കെട്ടകഥകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വിവാദം ഇതോടുകൂടി അവസാനിപ്പിച്ച് കൈകഴുകാൻ തന്നെയായിരിക്കും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ശ്രമിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് KSRTCയിലെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമുണ്ട്. KSRTCയിലെ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ഒരു 11:30യോടുകൂടി എത്താനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 വണ്ടി പോലീസ് അകമ്പടി വന്നത് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് പ്രതിപക്ഷ സംഘടനകൾ വരുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഒരുക്കിയത്. ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്ന KSRTCയിലെ പരിപാടിയിലും അദ്ദേഹത്തിന് വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ സംഘം പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. നിഷാദ്. ശരി.